ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിന് ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. 1 ശമൂവേൽ 7-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള തിരുവചനം. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പായിൽ കൂട്ടുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അവർ മിസ്പായിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്പായിൽ ഒന്നിച്ചുകൂടിയെന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിൻ്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്കടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ ഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേലർ മിസ്പയിൽ നിന്ന് പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നു. ബേത്കാരിൻ്റെ താഴ്വര വരെ അവരെ സംഹരിച്ചു. 12-ാം വാക്യം. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പായ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ഉപദേശം, ശാസന, ശിക്ഷാനിധിലഭ്യാസം ഈ വചനത്താൽ അടിയാർക്കു ലഭിപ്പാൻ കൃപയുള്ളവനായ പരമപിതാവേ വേഗം നീ റൂഹായാലേ അരുളിടേണമെന്നും. ഉപദേശത്താലും ശാസനയാലും ശിക്ഷയാലും നീതീകരണത്താലും ഞങ്ങളെ അഭ്യസിപ്പിക്കുന്ന ദൈവമേ, നിൻ്റെ തിരുസന്നിധിയിൽ തിരുവചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. ഭദ്രാസന കൺവെൻഷൻ്റെ അവസാന രാത്രി ദൈവമുഖത്തേക്ക് ഞങ്ങൾ നോക്കി. ഞങ്ങളുടെ മധ്യേ വ്യാപരിക്കുന്ന പ്രതീകങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രതീകങ്ങളൊന്നും ഞങ്ങൾക്ക് വിഗ്രഹങ്ങളായി തീർന്നു പോകാതെ ഞങ്ങളുടെ മധ്യേ ചടുലമായി സംസാരിക്കുന്ന, ഞങ്ങളോട് കൃത്യമായി സംവേദനം ചെയ്യുന്ന ദൈവിക പ്രതീകങ്ങളായി ഞങ്ങൾക്ക് കാണുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ഉൾനട്ടതായ ദൈവവചനം ഞങ്ങളുടെ രക്ഷയ്ക്കായി നിരന്തരം വ്യാപരിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ വൈകുന്നേരത്തെ ധ്യാനം അടിയങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും നിൻ്റെ മക്കളുടെ എല്ലാം ഹൃദയത്തിലെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദകരമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമേനി, ഏറ്റവും ബഹുമാനപ്പെട്ട വികാരി ജനറൽ അച്ഛന്മാരെ, ഭദ്രാസന സെക്രട്ടറി, ഈ കൺവെൻഷൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനം
ശ്രദ്ധിക്കുവാനായി ഇന്ന് വൈകുന്നേരം ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഡിവോഷന് വേണ്ടി വായിച്ചത് 1 തെസ്സലോനിക്കരുടെ 1-ാം ലേഖനത്തിൽ നിന്നാണ്. അതിനകത്ത് വളരെ ശക്തമായ ഒരു വചനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലുണ്ട്. ഞാൻ ഈ വചന ധ്യാനം ആരംഭിക്കുമ്പോൾ ആ വചനം ഒന്ന് ധ്യാനിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവവചനം കേട്ട് വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ വന്ന ദൈവത്തിൻ്റെ മക്കളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ കഴിയുന്നത് എന്ന് വളരെ ശക്തമായി ആ വചനം ഇന്ന് രാവിലെ പ്രബോധിപ്പിച്ചു. ഇന്ന് വൈകുന്നേരത്തെ നമ്മുടെ വചന ധ്യാനത്തിൻ്റെ മുമ്പിൽ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിരന്തരം വ്യാപരിക്കുവാൻ, നമ്മുടെ ഭൗതിക വ്യാപാരങ്ങളിൽ, നമ്മുടെ വിനിമയങ്ങളിൽ, നമ്മുടെ സാധാരണ പെരുമാറ്റങ്ങളിൽ നമ്മെ രക്ഷയ്ക്ക് മുഖാന്തരമാക്കിയ ദൈവത്തിൻ്റെ വചനം നിരന്തരം ഓർക്കുവാൻ ഉള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മളിന്ന് വല്ലാത്ത ഒരു അപകടത്തിൽ ചെന്ന് ചാടിയിരിക്കുന്നത് വെരി മച്ച് വി ആർ റിലയിങ് ഓൺ ഫോണി. ശബ്ദപ്രളയത്തിൽ, ശബ്ദത്തിലും താളത്തിലുമൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ. ഇപ്പോൾ പാട്ട് പാടിയപ്പോഴും നമ്മളെല്ലാവരും ആ താളത്തിൻ്റെ ഒരു മാസ്മരിക പ്രഭയിലായിരുന്നു എന്നെനിക്ക് തോന്നി. നമ്മുടെ ആക്ഷൻസൊക്കെ താളത്തിനനുസരിച്ചാണ് വരുന്നത്. അത് അപകടമാണ് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പാടുന്ന പാട്ടുകളുടെ ലിറിക്സ്, അതിനകത്ത് ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന നമുക്ക് നഷ്ടമാകത്തക്കവണ്ണം നമ്മൾ ഈ താളത്തിലും നമ്മൾ മ്യൂസിക്കിലും വല്ലാതെ അഭിരമിച്ചു പോയാൽ അത് നമുക്ക് അപകടമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നലെ വൈകുന്നേരം നമ്മൾ കേട്ട ദൈവത്തിൻ്റെ തിരുവചനം ഞാൻ യൂട്യൂബിലാണ് കേട്ടത്. അഭിമന്യ സക്കറിയ മാർ പീലക്സിനോസ് മെത്രാപ്പോലീത്ത തിരുമേനി സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വ്യാവഹാരികമായ നമ്മളൊക്കെ ആയിരിക്കുന്ന അവസ്ഥകളിൽ സ്വർഗവും നരകവും എന്നൊക്കെയുള്ള വിഷയത്തെക്കുറിച്ച്, ലാസറിനെക്കുറിച്ചും ധനവാനെക്കുറിച്ചും ഒക്കെ പരാമർശിച്ചുകൊണ്ട് വളരെ ശക്തമായി നമ്മളോട് സംസാരിച്ചു എന്നാണ് എൻ്റെ വിചാരം. വ്യക്തിജീവിതങ്ങളെ സ്വർഗം നരകം, സ്വർഗത്തിൻ്റെ അവസ്ഥയിൽ നരകത്തിൻ്റെ അവസ്ഥയിൽ, നരകവും സ്വർഗവുമൊക്കെ മരണാനന്തരം ലഭിക്കുന്ന ഒരു കാര്യം എന്നുള്ളതിൽ മാത്രമല്ല, വർത്തമാനകാല ജീവിതത്തിൽ സ്വർഗവും നരകവും പണിയുന്നവർ നമ്മൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങളാണ് സ്വർഗവും നരകവുമൊക്കെ. നമുക്ക് നാമേ പണിവത് നാഗം, നരകവും അതുപോലെ എന്ന് പാടിയിട്ടുള്ള കവിയുടെ ഓർമ്മപ്പെടുത്തൽ ഇന്നലെ രാത്രി നമ്മെ ഓർമ്മപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരം ഈ കൺവെൻഷനിൽ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ പ്രത്യേകം നിയോഗിച്ച അഭിമന്യ തിരുമേനിയോടും ഈ ഭദ്രാസന കൗൺസിലിനോടും ഇതിൻ്റെ ചുമതലക്കാരോടൊക്കെയുള്ള പ്രത്യേക കടപ്പാടും നന്ദിയും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം 1 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ എബനേസർ എന്ന സ്മാരകശിലയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. സ്മാരകശിലകൾ എന്ന പേരിൽ സുന്ദരമായ ഒരു നോവൽ എം മുകുന്ദൻ്റേത് കുറേ കാലങ്ങൾക്ക് മുമ്പ്
നമ്മൾ വായിച്ചിട്ടുള്ളവരാണ്. സ്മാരകശിലകൾ നമ്മളോട് നിരന്തരം സംവേദനം നടത്തുന്നവയാണ്. അങ്ങനെ എബനേസർ എന്ന ഒരു സ്മാരകശില സ്ഥാപിക്കപ്പെട്ടു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. ആ സ്മാരകശില ദൈവസഹായത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇറ്റ് ഈസ് ദ റിമൈൻഡർ ഓഫ് ഗോഡ്സ് ഹെൽപ്പ്. ദൈവസഹായത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി എബനേസർ എന്ന സ്മാരകശിലയെക്കുറിച്ച് നാം വായിക്കുകയാണ്. ദൈവജനത്തിൻ്റെ വിജയം വാസ്തവമായും എന്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന സ്മാരകശിലയാണത്. എബനേസർ, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്നർത്ഥം. എന്നാൽ ഈ സ്മാരകശില നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം പരാജയ തീരങ്ങളിലേക്ക് വീണു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. പരാജയ തീരങ്ങൾ വിജയതീരങ്ങളായി രൂപാന്തരപ്പെടുന്ന ഏറ്റവും മനോഹരമായ ഒരു സന്ദർഭമാണ് എബനേസർ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ധ്യാനപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിലിരുന്നു കൊണ്ട് ഒന്ന് പറയാം. വീണ്ടും ജനനത്തിന് സഹായകരമായി എനിക്ക് തീർന്ന ദൈവത്തിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ, എൻ്റെ വിനിമയങ്ങളിൽ, എൻ്റെ വ്യാവഹാരിക ഇടപാടുകളിൽ നിരന്തരം ഒരു സ്വാധീനമായി ഇരിക്കുമ്പോഴാണ് മുമ്പോട്ട് പോകാനുള്ള ദൈവകൃപ ലഭിക്കുന്നത് എന്ന് ആദ്യം ഞാൻ ഓർമ്മിപ്പിച്ചു. രണ്ടാമത്, എബനേസർ എന്ന സ്മാരകശില നമുക്ക് ദൈവസഹായത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് എന്ന് ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഈ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായി തീരുവാൻ നമുക്കിടയാക്കട്ടെ. പ്രബുദ്ധരായ ദൈവജനമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്ന് ഒരു വേദഭാഗം എടുത്ത് ഇന്ന് ധ്യാനിക്കുമ്പോൾ ഈ വേദഭാഗമൊക്കെ നമുക്ക് കുറേയെങ്കിലും പരിചിതമാണ് എന്നുള്ള ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് അങ്ങനെ ഒരു അസംഷൻ എന്നിലുണ്ട്. കാരണം നമ്മളെല്ലാവരും മാർത്തോമാ സഭയുടെ അംഗങ്ങളും തുറന്ന വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നവരും വേദപുസ്തകത്തെ കാര്യമായി എടുക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എബനേസർ എന്ന പദം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എല്ലാ നമ്മുടെ വർഷാവസാന ശുശ്രൂഷകളിലൊക്കെ എബനേസർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് നമ്മൾ ഓർക്കാറുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട ശാക്തീകരണങ്ങൾ എബനേസറുമായി ബന്ധപ്പെട്ട് ഇന്ന് സംസാരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ മിസ്പയെക്കുറിച്ചുള്ള ഒരു ധ്യാനമുണ്ട്. ഷേനിനെക്കുറിച്ച് ഒരു പക്ഷേ പറയും. നമുക്ക് യാത്രയെക്കുറിച്ച് സംസാരിക്കണം. ഇതെല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേദപുസ്തകം നമ്മുടെയൊക്കെ കയ്യിലുണ്ട് എന്നാണ് എൻ്റെ വിചാരം. മാർത്തോമാക്കാർ ഈ വളയമില്ലാതെ ചാടാൻ നമുക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് പുസ്തകം ഇല്ലെങ്കിൽ നമ്മുടെ ഈ വിടുവായന ഇനി എന്തോ പറയാനാ, നമുക്കറിയാൻ പാടില്ലാത്തതൊന്നും ഇപ്പോൾ ഇനി പറയാനില്ലല്ലോ എന്നുള്ള ഒരു വിചാരത്തിൽ അങ്ങനെ ഇരിക്കേണ്ട. തിരുവചനം ഉണ്ടായെങ്കിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബെരോവാക്കാർ മാന്യരായിരുന്നു. അവരുടെ മാന്യതയുടെ പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്ന് പൗലോസൊക്കെ പ്രസംഗിച്ചപ്പോൾ അവർ പറയുന്നതൊക്കെ തിരുവചനത്തിന് അനുസരണമാണോ എന്നവർ പരിശോധിച്ചുകൊണ്ടിരുന്നു എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് മാർത്തോമാ സഭയുടെ നമ്മുടെ ഈ ഭദ്രാസനം, നിർണമാരാമൻ ഭദ്രാസനത്തിലെ ജനം മാന്യന്മാരായി, ദൈവവചനത്തെ തിരയുന്നവരായി, ദൈവവചനത്തെ അന്വേഷിക്കുന്നവരായി, ദൈവവചനത്തിൻ്റെ ശാക്തീകരണങ്ങളെ ഉൾക്കൊള്ളുന്നവരായി തീരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ എബനേസറിനെ കുറിച്ചുള്ള ഒരു ധ്യാന വിചാരം തുടങ്ങുമ്പോൾ 1 ശമൂവേൽ 4-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 1 ശമൂവേൽ 4-ാം അധ്യായം സങ്കടകരമായ ചില സംഭവ പരിണാമങ്ങളുള്ള ഒരധ്യായമാണ്. ഇക്കോബോധുകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. ഇക്കോബോധ് എന്ന് പറഞ്ഞാൽ മഹത്വം നമ്മുടെ മധ്യത്തിൽ നിന്ന് പോയിപ്പോയി, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയിപ്പോയി എന്ന് പറയുന്ന ഒരു സന്ദർഭമാണ് ഇക്കോബോധ്. ഫിനെഹാസിൻ്റെ ഭാര്യ പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് അറിയുമ്പോൾ അമ്മായിയപ്പൻ
ഏലി പുരോഹിതൻ പിറകോട്ട് മറിഞ്ഞ് 98-ാമത്തെ വയസ്സിൽ കഴുത്തൊടിഞ്ഞ് മരിച്ച ആ ദുര്യോഗം കണ്ടപ്പോൾ പൂർണ്ണ ഗർഭിണിയായിരുന്ന ഫീനെഹാസിൻ്റെ ഭാര്യയ്ക്ക് പ്രസവവേദന വരികയും അവൾ പ്രസവിക്കുകയും ചെയ്തു. പ്രസവിച്ച പൈതലിന് മഹത്വം നമ്മുടെ മധ്യത്തിൽ നിന്ന് പോയിപ്പോയി എന്ന് പറഞ്ഞ് ഇക്കോബോധ് എന്ന് പേരിട്ടു. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന കാലഘട്ടം പല പ്രകാരത്തിൽ ഇക്കോബോധുകൾ സൃഷ്ടിക്കപ്പെടുന്ന കാലമാണ്. ഏതെല്ലാം പ്രകാരത്തിലാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ ഇക്കോബോധുകളുടെ ഒരു അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്? മദ്യം, ലഹരി മരുന്നുകൾ ഭ്രാന്തമായിട്ടുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നു. അഴിമതി എല്ലാ ഘടനകളെയും വല്ലാതെ ബാധിക്കുന്നു. ദൈവജനത്തെയും അത് ബാധിച്ചു. നമ്മൾ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 55-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ഈ പട്ടണത്തിൽ അതിൻ്റെ മതിലുകളിൽ അതിക്രമം കണ്ടിരിക്കുന്നു. രാവും പകലും ഈ പട്ടണത്തിൻ്റെ മതിലുകളിലൂടെ അവർ ചുറ്റി സഞ്ചരിക്കുകയാണ്. അങ്ങനെയൊക്കെ അത് പറഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം പറയുന്നു, എനിക്കെതിരെ കുതികാലുയർത്തിയത് എൻ്റെ അപ്പം തിന്നവനും എന്നോടൊപ്പം കൂട്ടായ്മയിൽ പങ്കെടുത്തവനും, നമ്മൾ ഒരുമിച്ച് ദൈവാലയത്തിൽ പുരുഷാരവുമായി ഒരുമിച്ച് മധുര സമ്പർക്കം ചെയ്തത്, ദൈവാലയത്തിലേക്ക് പോയതൊക്കെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സങ്കീർത്തനം ഇന്നലെ ഒരു ധ്യാനത്തിന് വേണ്ടി വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ ശക്തമായി വന്ന ഒന്ന്, പട്ടണത്തിൻ്റെ മതിലുകളിലുള്ള, പട്ടണത്തിൻ്റെ ഗോപുരങ്ങളിലുള്ള, പട്ടണത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ വിതരണം നടക്കേണ്ട ഗോപുരങ്ങളിൽ സംഭവിക്കുന്ന ആ സ്വജനപക്ഷപാതവും അഴിമതിയും അതിൻ്റെ സങ്കടവും ആത്മീയ സമൂഹങ്ങളിലേക്ക് കടന്നു കയറിയെന്നാണ്. അപ്പോൾ ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിക്കുന്ന ആളുകളിൽ ചിലർ ഇതാ ഈ ദൈവവിരുദ്ധതയുടെ അടയാളമായി മാറിയിരിക്കുന്നു എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇക്കോബോധുകൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യമാണ്. അതിൽ കൂടുതൽ ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇക്കോബോധുകൾ സൃഷ്ടിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിന് ദിശാബോധം വരുത്തുന്നതിന്, ഒരു വ്യത്യസ്തമായ ദിശാബോധം നൽകുന്നതിന്, മുഖാന്തരമായി തീരുന്നതിന് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. 1 ശമൂവേൽ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ തുടങ്ങുകയാണ്. ശമൂവേലിൻ്റെ വചനം ജനത്തിൻ്റെ മധ്യത്തിൽ വന്നിട്ട് എന്ന് പറഞ്ഞ അർത്ഥവിരാമമാണ്. അതിനെ തുടർന്ന് നമ്മൾ വായിക്കുന്നത് ഇസ്രായേലും ഫെലിസ്തീനും തമ്മിൽ യുദ്ധമുണ്ടായതിനെക്കുറിച്ചാണ്. നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യണം. ഇപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളുടെ ചിന്തകൾ വരണം. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുകയല്ല, അറിയാവുന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അവിടെ ഫെലിസ്തീനും ഇസ്രായേലിനും തമ്മിലൊരു പടയുണ്ടായി, യുദ്ധമുണ്ടായി. ആ യുദ്ധം നമ്മൾ വായിക്കുന്നത് ഫെലിസ്തീർ ഏഫക്കിൽ പാളയമിറങ്ങി, ഇസ്രായേൽ മക്കൾ എബനേസറിനരികെ പാളയമിറങ്ങിയെന്നാണ്. എബനേസറിനരികെ പാളയമിറങ്ങി. എബനേസർ എന്നുള്ള പദം, ആ പേര് ഈ അനുഭവങ്ങളുടെ ബാക്കിയായിട്ടുണ്ടായതാണോ അതോ നേരത്തെ ഉള്ള ഒരു പേരാണോ എന്നൊന്നും എനിക്ക് പഴയ നിയമം ഞാൻ അങ്ങനെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളല്ല. അതുകൊണ്ട് എനിക്കതിനെ അങ്ങനെ ഒരു ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം നടത്താനുള്ള ഒരു ത്രാണിയുമില്ല. എന്നാൽ ഞാൻ ഇന്ന് ഈ ദൈവവചനത്തെ ഒന്ന് ഓർക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അവർ എബനേസറിൻ്റെ അരികെ പാളയം ഇറങ്ങിയെന്ന് നമ്മൾ വായിക്കുന്നു. അവിടെ അവർ പാളയം ഇറങ്ങി 2 പടകളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇസ്രായേൽ തോറ്റു എന്ന് നമ്മൾ വായിക്കുകയാണ്. ഇസ്രായേൽ തോറ്റു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ എബനേസർ ഒരു പരാജയ തീരമായിരുന്നു. അതൊരു പരാജയ തീരമായിട്ടാണ് 4-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നത്. ആരംഭത്തിൽ അങ്ങനെ അവിടെ തോറ്റപ്പോൾ വൈകുന്നേരം കൗൺസിൽ കൂടി, ഇസ്രായേൽ സമൂഹത്തിൻ്റെ കൗൺസിൽ, അവർ കൂടിയിട്ട് എന്തുകൊണ്ടാണ് തോറ്റത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചന കഴിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ദൈവം നമ്മോട് കൂടെ ഇല്ല, അതുകൊണ്ടാണ് നാം തോറ്റത്.
We failed because the Lord is not with us. ദൈവം നമ്മോട് കൂടെ ഇല്ലാത്തതിനാൽ നമ്മൾ തോറ്റുപോയി എന്നവർ പറഞ്ഞു. പിന്നെ ദൈവത്തെ കൂടെ കൊണ്ടുവരാനുള്ള മാർഗം എന്താണ്? ദൈവത്തെ കൂടെ കൊണ്ടുവരാനായിട്ട് അവർ പെട്ടെന്ന് ഒരു മാർഗം കണ്ടുപിടിച്ചു. ആ മാർഗം നമ്മളവിടെ വായിക്കുന്നുണ്ട് 4-ാം അധ്യായത്തിൽ. ശീലോവിലിരിക്കുന്ന യഹോവയുടെ പെട്ടകത്തെ നമുക്ക് യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവരണം. ശീലോവിലിരിക്കുന്ന യഹോവയുടെ പെട്ടകത്തെ നമുക്ക് യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ 4-ാം അധ്യായത്തിൽ വായിക്കുകയാണ്, കെരൂബുകളുടെ മധ്യത്തിലിരിക്കുന്ന യഹോവയുടെ പെട്ടകത്തെ അവർ അവിടെ നിന്ന് ഇളക്കി യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവരികയാണ്. കെരൂബുകളുടെ മധ്യത്തിലിരിക്കുന്ന യഹോവയുടെ പെട്ടകത്തെ അവർ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് നമ്മൾ വായിക്കുന്നത്. യുദ്ധക്കളത്തിലെത്തിയാറെ ജനം ആർപ്പിട്ടു. അവരുടെ ആരവം എന്ന് പറയുന്നത് ചില്ലറയായിരുന്നില്ല. നമ്മൾ വായിക്കുന്നത് ആരവം ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും വണ്ണമുള്ള ആരവമായിരുന്നു. ആരാധന അതാണെങ്കിൽ ഏറ്റവും ശക്തമായ ആരാധനയായിരുന്നു അത്. എന്തൊരാരവമായിരുന്നു! ആ ആരവത്തിൻ്റെ ശക്തി കൊണ്ട് അടിസ്ഥാനങ്ങൾ കുലുങ്ങിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പെട്ടകം ചുമന്നുകൊണ്ട് വന്നത് ആരാണ്? ഹൊഫ്നിയും ഫീനെഹാസും ഒക്കെയാണ്. ഹൊഫ്നിയും ഫീനെഹാസും ഒക്കെയാണ്. ഹൊഫ്നിയെക്കുറിച്ചും ഫീനെഹാസിനെ കുറിച്ചുമൊക്കെ നമ്മൾ 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ശമൂവേൽ പ്രവാചകൻ്റെ ജനനത്തെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു താരതമ്യമാണ്, വചന പഠനമാണ്. നമുക്കെൻ്റെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യാമോ? ഒരു താരതമ്യ പഠനമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് നിലവിലുണ്ടായിരുന്ന പൗരോഹിത്യത്തിൻ്റെ, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആത്മീയ നേതൃത്വത്തിൻ്റെ അപജയത്തെക്കുറിച്ചാണ് വായിക്കുക. അങ്ങനെയാണെങ്കിൽ ഹൊഫ്നിയും ഫീനെഹാസും ഒക്കെ എങ്ങനെയായിരുന്നുവെന്ന് 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി. എന്താ വായിച്ചത്? അവർ ബലാത്കാരത്തിൻ്റെ ഭാഷ സംസാരിച്ചു. ബലാത്കാരത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നവരാണ്. യഹോവയുടെ യാഗം സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ യാഗം ദഹിച്ചു തീരുന്നതിന് മുമ്പ് യാഗത്തിൽ നിന്നും മുപ്പല്ലി കൊണ്ട് കൊത്തി പ്രവാചകന്, പുരോഹിതന് ഭക്ഷണം കഴിക്കുവാനായി ദൈവത്തിന് നിവേദിക്കപ്പെട്ട യാഗം ദഹിക്കുന്നതിന് മുമ്പ് അതിനകത്തു നിന്ന് മുപ്പല്ലി കൊണ്ട് കൊത്തിയെടുക്കുന്ന ബലാത്കാരം ഉണ്ടായിരുന്നു. ഗ്ലട്ടണി, തീൻപണ്ടങ്ങൾ, തീറ്റയുടെ, ഭക്ഷണത്തിൻ്റെ, അമിത ഭക്ഷണത്തിൻ്റെ ഇരകളായി തീർന്നവരാണവർ. ബില്ലി ഗ്രഹാം വളരെ വ്യക്തമായി ഒരു പുസ്തകത്തിൽ എഴുതി, 7 ഡെഡ്ലി സിൻസ്, 7 മരണകരമായ പാപങ്ങളിലൊന്നാണ് ഗ്ലട്ടണി എന്നത്. അങ്ങനെയെങ്കിൽ ആ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇവർ ഇപ്രകാരമുള്ള ഒരു സംസ്കാരത്തിന് കീഴ്പ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ്. ഗ്ലട്ടണി എന്ന് മാത്രമല്ല, പിന്നെ അവർ സംസാരിക്കുന്നത് പിന്നെയും ബലാത്കാരത്തിൻ്റെ ഭാഷയാണ്. ചോദിക്കുമ്പോഴെല്ലാം ഉത്തരം പറയുന്നതെല്ലാം ബലാത്കാരത്തിൻ്റെ ശൈലിയിലാണ്. ഇവരുടെ ദാസന്മാർ പോലും ആ ബലാത്കാരത്തിൻ്റെ ഭാഷ സംസാരിച്ചു തുടങ്ങിയെന്ന് നമ്മൾ വായിക്കുന്നു. അതാണ് നമ്മൾ കാണുന്ന അപജയം. അവിടെ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വന്ന സ്ത്രീകളുമായി അവർ മ്ലേച്ഛത പ്രവർത്തിച്ചുവെന്നും നമ്മൾ വായിക്കുന്നുണ്ട്. അതും ഹൊഫ്നിയുടെയും ഫീനെഹാസിൻ്റെയും ഒക്കെ ചരിത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഹൊഫ്നിയും ഫീനെഹാസും ഒക്കെ ഈ പെട്ടകത്തെ അനുഗമിച്ചു വരികയാണ്. എനിക്കൊരു ധ്യാനമുണ്ട് ഇവിടെ. ആരാണ് ഈ പെട്ടകം ചുമക്കുന്നത്? ഈ പെട്ടകം ചുമക്കുന്നത് ഹൊഫ്നിയും ഫീനെഹാസും പോലുള്ള ആളുകളാണ്. അങ്ങനെ പെട്ടകം ചുമന്നുകൊണ്ട് വന്നപ്പോൾ പെട്ടകം പരാജയത്തിൻ്റെ പ്രതീകമായി. എനിക്ക് പറയാനുണ്ട്, പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, പണ്ടൊരിക്കൽ ഈ പെട്ടകം അത്ഭുതം പ്രവർത്തിച്ചതാണ്. അത് നമ്മൾ യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കും. എൻ്റെ കൂടെ നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിൽ പോയി ഈ ഭാഗങ്ങളെല്ലാം വായിച്ചാൽ മതി. ഇപ്പോൾ വായിക്കാൻ സമയമില്ല. അതുകൊണ്ട് 4-ാം അധ്യായം അച്ഛൻ പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻഡോഴ്സ് ചെയ്തു. ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് നമ്മൾ 4-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അന്ന് യോശുവയുടെ നേതൃത്വത്തിൽ വിശുദ്ധ നാട് കീഴടക്കുവാനായി ഇങ്ങോട്ടവർ വരുമ്പോൾ കരകവിഞ്ഞൊഴുകുന്ന യോർദാനാണ്. യോർദാൻ എങ്ങനെയാണ് ഒന്ന് ക്രോസ് ചെയ്യുക? പാലമില്ല, ബെയിലി പാലമില്ല.
പെട്ടെന്ന് പാലം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളുമില്ല. അവിടെ ഈ പാലം പണിയാൻ നിവൃത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോശുവയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങി നിൽക്കട്ടെ, പെട്ടകവും ചുമന്നുകൊണ്ട്. അങ്ങനെ പെട്ടകവും ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ യോർദാൻ നദിയിലേക്ക് കാല് വെച്ചപ്പോൾ യോർദാൻ നദി രണ്ടായി പിളർന്നു. ഉണങ്ങിയ നിലം കണ്ടു. ആ ഉണങ്ങിയ നിലത്തുകൂടെ ജനം മുഴുവനും അക്കരെ കടന്നു. അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും യോശുവയുടെ നിർദ്ദേശം, പുരോഹിതന്മാർ വെള്ളത്തിൽ നിന്ന് കയറട്ടെ. അവർ വെള്ളത്തിൽ നിന്ന് കയറി. വീണ്ടും യോർദാൻ പഴയതുപോലെയായി. അതുകൊണ്ട് ഈ പെട്ടകത്തിൻ്റെ പഴയ ചരിത്രം വിജയത്തിൻ്റെ ചരിത്രമാണ്. പഴയ ചരിത്രം അത്ഭുതത്തിൻ്റെ ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, പഴയ ചരിത്രം ദൈവിക പ്രവൃത്തിയുടെ ചരിത്രമാണ്. ദൈവത്തിന് സ്തോത്രം. അന്ന് ആ പെട്ടകം വിജയത്തിൻ്റെ ചിഹ്നമായി, വിജയത്തിൻ്റെ കാരണമായി. അങ്ങനെ ദൈവജനം വിജയം അനുഭവിച്ചതാണ്. ഇപ്പോൾ ഇവർ പറയുകയാണ്, നമുക്ക് പെട്ടകത്തെ കൊണ്ടുവരാം. ഈ പെട്ടകം അന്ന് വിജയത്തിൻ്റെ കാരണമായിരുന്നുവെങ്കിൽ ഇന്നും വിജയത്തിൻ്റെ കാരണമാണ്. അതുകൊണ്ട് പെട്ടകം കൊണ്ടുവരാം. പക്ഷേ പെട്ടകം ഒരു പ്രതീകമാണ്, പെട്ടകം ഒരു വിഗ്രഹമല്ല. പെട്ടകം ഒരു പ്രതീകമാണ്. പ്രതീകങ്ങൾ കൃത്യമായി സംസാരിക്കും. വിഗ്രഹത്തിന് സംസാരിക്കുവാൻ കഴിയുകയില്ല. വിഗ്രഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാണ് എന്നാണ്. അപ്പോൾ സംവേദന ശക്തി നഷ്ടപ്പെട്ട, ആലോചനാശക്തി നഷ്ടപ്പെട്ട, വിശുദ്ധിയുടെ സംവേദനങ്ങൾ നടക്കാത്ത വിഗ്രഹമാക്കി ആ വിഗ്രഹത്തെ കൊണ്ടുവരികയാണ്. ധ്യാനം എന്നോടൊപ്പം നിങ്ങൾ പിന്തുടർന്ന് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ഇക്കോബോധുകൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഏത് വിശുദ്ധ പ്രതീകവും പ്രിയപ്പെട്ടവരെ, ദേവാലയം ഉൾപ്പെടെ ഏത് വിശുദ്ധ പ്രതീകവും പ്രിയപ്പെട്ടവരെ, അത് വിശുദ്ധിയിൽ സൂക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ അത് നാശത്തിന് മുഖാന്തരമായി തീരും. ഇതാ യേശുവിനോട് പറയുകയാണ്, നോക്കൂ ഗുരു, ഈ ദേവാലയത്തിൻ്റെ ഇരിപ്പ് എത്ര മനോഹരമാണ്. നോക്കൂ, ഇതിൻ്റെ കൊത്തുപണികൾ അങ്ങ് കണ്ടോ? ഇതിൻ്റെ കല്ലുകൾ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. യെരുശലേം ദേവാലയത്തിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് യേശുവിനെ ദേവാലയം കാണിച്ചുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു, ഈ ദേവാലയം എത്ര മനോഹരമാണ്. കർത്താവ് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം ഈ ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിൽ അശുദ്ധിയുണ്ട്. ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിൽ ദൈവപുത്രന് സ്വീകരണമില്ല. ദൈവപുത്രനെ തിരസ്കരിക്കുന്ന ദേവാലയം വിട്ടുപോവുകയാണ് കർത്താവ്. നമ്മൾ വായിക്കുന്നുണ്ട്, ദേവാലയം വിട്ടുപോയ കർത്താവ് അപ്പുറത്തുള്ള ഒലിവ് മലയിൽ പോയിരുന്നു. എഹെസ്കേൽ പ്രവചനത്തിൽ അങ്ങനെ ഒരു ചിത്രമുണ്ട്. ഇതാ ദേവാലയത്തിലെ മഹത്വം പടിഞ്ഞാറേ വാതിൽ വഴിയായി പുറപ്പെട്ടു പോവുകയാണ്. അത് അപ്പുറത്തുള്ള ഒലിവ് മലയിൽ പോയി നിന്നു എന്നൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് എഹെസ്കേൽ പ്രവചനത്തിൽ. ആ പ്രവചനത്തിൻ്റെ വേറൊരു പൂർത്തീകരണം ഇപ്പോൾ യേശു ദേവാലയം വിട്ടുപോവുകയാണ്. ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകും എന്നൊക്കെ പറയുന്ന വലിയ ന്യായവിധിയുടെ, ശിക്ഷാവിധിയുടെ അവസ്ഥയുണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒരു കാര്യമേ ഉള്ളൂ. ദൈവാലയവും ഒരു പ്രതീകമായിരിക്കെ ആ പ്രതീകത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ, ആ ദൈവാലയത്തെ ദൈവിക സ്വീകരണത്തിൻ്റെ അടയാളമാക്കുവാൻ കഴിയാതെ പോയ ഒരു ദുര്യോഗം തകർച്ചയുടെ അടയാളമായി മാറുകയാണ്. അവിടെ ഈക്കോബോധുകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ആ പഴയ ഓർമ്മയിലാണ് ഇപ്പോൾ പെട്ടകം കൊണ്ടുവന്നത്. ആ പെട്ടകം ഇവിടെ കൊണ്ടുവന്നപ്പോൾ വലിയ ആരവം ഉണ്ടായി. ആ ആരവത്തിൻ്റെ ശക്തി കൊണ്ട് ജയിക്കുമായിരുന്നുവെങ്കിൽ അവർ ജയിക്കുമായിരുന്നു. എന്നാൽ ആരവമേമേ ഉണ്ടായിരുന്നുള്ളൂ, ആർജവമുണ്ടായിരുന്നില്ല. ആർജവമില്ലാത്ത ആരവങ്ങൾ ആരാധനയായി തെറ്റിദ്ധരിക്കുന്നത് അപകടകരമാണ്. ആർജവമില്ലാത്ത ആരവങ്ങൾ ആരാധനയായി തെറ്റിദ്ധരിക്കുന്നത് അപകടകരമാണ് എന്ന് വചനം വളരെ ശക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പെട്ടകം കൊണ്ടുവന്നെങ്കിലും അവർക്ക് വിജയിക്കുവാൻ കഴിഞ്ഞില്ല എന്നാണ്
4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം എനിക്കത്രേ പറയാനുള്ളൂ. എബനേസർ അന്ന് ഒരു പരാജയത്തിൻ്റെ തീരമായി നിന്നു എന്നുള്ളതാണ്. എന്നാൽ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ പരാജയ തീരം ഇപ്പോൾ വിജയത്തിൻ്റെ തീരമായി. പരാജയ തീരം വിജയത്തിൻ്റെ തീരമായതിനെക്കുറിച്ചാണ് 7-ാം അധ്യായം പറയുന്നത്. നമുക്കൊന്ന് ധ്യാനിക്കാം. നമ്മുടെയൊക്കെ ദൈവാലയങ്ങളും നമ്മുടെയൊക്കെ ഭവനങ്ങളും നമ്മുടെയൊക്കെ വ്യക്തിജീവിതങ്ങളും പരാജയ തീരത്ത് നിന്ന് വിജയതീരത്തേക്കുള്ള ഒരു യാത്ര, ഒരു മാറ്റം. ആ ഒരു മാറ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഭദ്രാസന കൺവെൻഷൻ നടത്തുന്നത്? അതിനുവേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ ഇടവകയിൽ ധ്യാനയോഗങ്ങൾ നടത്തുന്നത്? അതിനുവേണ്ടി അല്ലെങ്കിൽ എന്തിനാണ് ഈ തുറന്ന വേദപുസ്തകം നമ്മൾ തുറന്ന് വായിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ രാത്രി കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരാജയ തീരത്തെ വിജയതീരമാക്കാനാണ്. ആ ഒരു വിജയതീരം ആക്കലിൻ്റെ ഒരു ശക്തീകരണം നമ്മൾ 7-ാം അധ്യായത്തിൽ വായിക്കുന്നു. എന്താണ് ശമൂവേൽ അവരോട് പറഞ്ഞത്? 7-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളാണ്. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗ്രഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവീൻ. അപ്പോൾ ഈ പരാജയ തീരം വിജയമാകുന്നതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മളവിടെ വായിക്കുക. നിങ്ങളുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെയും അസ്തോരത് പ്രതിഷ്ഠകളെയും നീക്കിക്കളയുക, നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് ചായ്ക്കുക. ഈ കഴിഞ്ഞ 6-ാം തീയതി പരിച്ഛേദന പെരുന്നാളായിരുന്നു എന്ന് നമ്മുടെ സഭയുടെ ഡയറി പറയുന്നു. പരിച്ഛേദന പെരുന്നാളിൽ വായിച്ച വേദഭാഗത്ത് പഴയ നിയമത്തിൽ ഞാൻ പ്രധാനമായിട്ടും വായിച്ചത് ഹൃദയങ്ങളെയും ചെവികളെയും ഒക്കെ പരിച്ഛേദന ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ഹൃദയത്തെ പരിച്ഛേദന ചെയ്യുന്നതിനെക്കുറിച്ചാണ്. പരിച്ഛേദന എന്നത് ജഡത്തിലുള്ള ഒരടയാളമാണ്. എന്നാൽ ജഡത്തിലുള്ള ഈ അടയാളം ഹൃദയത്തിൻ്റെ പരിച്ഛേദനയായി, ചെവിയുടെ പരിച്ഛേദനയായി മാറുന്നില്ല എങ്കിൽ ഈ എക്സ്റ്റേണൽ റിച്വൽ ഒരു പ്രയോജനവും ഇല്ലാത്തതായി മാറും. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് കേവലം അംഗച്ഛേദമായിട്ട് മാറും. ഇറ്റ് ഈസ് ഓൺലി മ്യൂട്ടിലേഷൻ ഓഫ് ഹ്യൂമൻ ബോഡി, ഇറ്റ് ഈസ് നോട്ട് സർക്കംസിഷൻ. അത് പരിച്ഛേദനയല്ല, അംഗച്ഛേദമാണ്. പ്രിയപ്പെട്ടവരെ, അംഗച്ഛേദം കൊണ്ട് തൃപ്തിപ്പെടുവാനല്ല, പിന്നെ അത് പരിച്ഛേദനയുടെ അർത്ഥതലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന. ഞാൻ ഓർത്തിട്ടുണ്ട്, കർത്താവ് എന്തിനാണ് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞത്? കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ആർക്കാണ് മുയൽ ചെവി ഇല്ലാത്തത്? ഇരിക്കുന്നവർക്കെല്ലാം നല്ല കേൾവിയാണ്. ചെറിയ ഒരു സംസാരം ഉണ്ടായാലും അത് കേൾക്കും. പ്രത്യേകിച്ച് നമ്മളെക്കുറിച്ച് ദോഷമാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും കേട്ടിരിക്കും. നന്മയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞുവിടാം. അപ്പോൾ ആർക്കാണ് ചെവി ഇല്ലാത്തത്? കേൾക്കാനുള്ള ചെവി ഇല്ലാത്തവരില്ലല്ലോ. പക്ഷെ കേൾക്കാൻ ചെവിയുള്ളവർ വളരെ ചുരുക്കമാണ്. ആർക്കാണ് ചെവിയുള്ളത്? യേശുവിൻ്റെ വചനം കേൾക്കുവാനുള്ള ചെവിയുള്ളത് ആർക്കാണ്? ചെവിക്ക് പരിച്ഛേദനയുള്ളവർക്കാണ്, ഹൃദയത്തിന് പരിച്ഛേദനയുള്ളവർക്കാണ്. ഹൃദയം പരിച്ഛേദന ചെയ്യുന്നത് കൊണ്ട് മാത്രമേ ചെവി ട്യൂൺഡാകത്തുള്ളൂ. ഹൃദയത്തിന് പരിച്ഛേദനയില്ല എങ്കിൽ ചെവി കേൾക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന ദൈവജനം ഹൃദയത്തിൻ്റെ പരിച്ഛേദനയോടുകൂടെ, ചെവിയുടെ പരിച്ഛേദനയോടുകൂടെ ദൈവവചനത്തിന് കാതോർക്കണം. ആ ഒരു പരിച്ഛേദന ഇല്ലെങ്കിൽ നമ്മളിതൊന്നും കേൾക്കത്തില്ല. ഇതൊക്കെ മുഴങ്ങുന്ന ചെമ്പും ചിലമ്പുന്ന കൈത്താളവും ഒക്കെ ആയിട്ട് മാറിപ്പോകും. കേവലം ശബ്ദപ്രളയമായി ഇത് തീർന്നു പോകും. അങ്ങനെയുള്ള കേവല ശബ്ദപ്രളയമായി മാറുവാനല്ല, എൻ്റെ ഉള്ളിൽ സൃഷ്ടിപരമായ, സൃഷ്ടി നടത്തുന്ന ദൈവവചനത്തിൻ്റെ സൃഷ്ടാത്മകമായ ശക്തി, ഹല്ലേലൂയ, ദ ക്രിയേറ്റീവ് പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൻ്റെ സൃഷ്ടാത്മക പ്രവൃത്തി ആൻഡ് ദ റീക്രിയേറ്റിംഗ് പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൻ്റെ പുനഃസൃഷ്ടി ചെയ്യുന്ന ശക്തി. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ ഒന്നും പറയാൻ വലിയ പ്രയാസമാണ് എന്നെനിക്കറിയാം. എന്താണ് പറയാത്തത്? തിരുമേനി ഇരിക്കുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇപ്പോൾ അതിനൊന്നും വലിയ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണോ എന്നെനിക്കറിഞ്ഞുകൂടാ. നമുക്കൊന്ന് പറയുന്നതിന് കുഴപ്പമില്ല എന്നാണ് എൻ്റെ വിചാരം. ദൈവം നമ്മോട് പറയുന്നത് അത് തന്നെയാണ്.
let us have that creative and recreative impact of the word of God. ദൈവവചനത്തിൻ്റെ സൃഷ്ടിക്കുന്നതും പുനഃസൃഷ്ടി ചെയ്യുന്നതുമായ ആ ഒരു സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയത്തെ പരിച്ഛേദന ചെയ്ത്, ചെവിയെ പരിച്ഛേദന ചെയ്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് അസ്തോര പ്രതിഷ്ഠകളെയും അശേര പ്രതിഷ്ഠകളെയും നീക്കിക്കളയുകയാണ്. അസ്തോരത്തും അശേരയും പ്രതിഷ്ഠകളും ഒന്നും ഇപ്പോൾ വിശദീകരിക്കാനുള്ള സമയമില്ല, അത് പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ മധ്യത്തിൽ ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് വിഗ്രഹമുണ്ട്. മാർത്തോമാക്കാർക്ക് പൊതുവെ വലിയ അഭിമാനമാണ്, നമ്മുടെ പള്ളിയിലെങ്ങും ഒരു വിഗ്രഹവും ഇല്ലെന്നാണ്. ഒരു പെങ്കൊച്ചിന് കല്യാണം ആലോചിച്ച് വന്നപ്പോൾ പറഞ്ഞു കത്തോലിക്ക സഭയിലേക്കാണ്. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് തീരെ താല്പര്യമില്ല, അവിടെ മുഴുവൻ വിഗ്രഹമാണ്. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു എൻ്റെ മോളെ പള്ളിക്കകത്തിരിക്കുന്നത് 500 പേരാണെങ്കിൽ 500 വിഗ്രഹങ്ങളാണ്. ആര് പറഞ്ഞു ഇവിടെ വിഗ്രഹമില്ല എന്ന്? വിഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. എന്താ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത? കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല എന്നുള്ള സംവേദനം നഷ്ടപ്പെട്ടു പോയ വിഗ്രഹങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വിഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഏതെങ്കിലും രൂപം എന്നുള്ളതിനേക്കാൾ വിഗ്രഹം എന്നത് സംവേദനക്ഷമത നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മനസ്സുകളാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇടയിൽ നിന്ന് വിഗ്രഹങ്ങളെ നീക്കിക്കള, അശുദ്ധികളെ മാറ്റിക്കള എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അവർ മാറ്റിക്കളഞ്ഞു. ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് അവർ ചായ്ച്ചു. നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറയുമ്പോൾ ഗാസയെക്കുറിച്ചോ യെരുശലേമിനെ കുറിച്ചോ ഒന്നും എനിക്ക് പറയാനിപ്പോൾ അനുവാദമില്ല, ഞാനത് പറയത്തുമില്ല. അങ്ങനെയല്ല. എന്നാൽ 21-ാം നൂറ്റാണ്ടിൽ ഈ ദൈവത്തിൻ്റെ വചനം ഫെലിസ്ത്യരെക്കുറിച്ച് ഞാൻ വായിക്കുമ്പോൾ ഫെലിസ്ത്യർ എന്നത് ഫെലിസ്ത്യത എന്ന് പറയാനാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം. ഫെലിസ്ത്യതയാണ്. എന്താണ് ഫിലിസ്റ്റിനിസം? ഫെലിസ്ത്യത, ഫെലിസ്ത്യത പിൻപറ്റുന്നവരാണ് ഫെലിസ്ത്യർ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ദൈവവചനത്തിൻ്റെ ധ്യാനത്തിന് മുമ്പിലിരിക്കുമ്പോൾ ഫെലിസ്ത്യരെ നോക്കി നമുക്ക് ദൂരെ പോകേണ്ട ആവശ്യമില്ല. ഫെലിസ്ത്യത, ദൈവവിരുദ്ധത, നമ്മുടെ മധ്യത്തിൽ കൊടികുത്തി വാടുന്ന ദൈവവിരുദ്ധതകൾ, ആ ദൈവവിരുദ്ധതകളെ നീക്കിക്കളയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക. ആ ദൈവവിരുദ്ധതകളെയാണ് നീക്കിക്കളയേണ്ടത്. അപ്പോൾ ആ ഫെലിസ്ത്യതയുടെ അടിമത്വത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കുമെന്ന് ഇപ്പം നമുക്കിത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഫെലിസ്ത്യതയുടെ അടിമത്വങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കട്ടെ. ഈ ലോകം നമ്മിലേക്ക് കടന്നു കയറിയത് അത് വലിയ പ്രശ്നമാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു വാക്യം ഞാൻ പറയും, നിങ്ങൾക്ക് പറയാവുന്നവർ എൻ്റെ കൂടെ അത് ഏറ്റു പറയണം. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. വളരെ മനോഹരമായ വാക്യമാണ്. എൻ്റെ കൂടെ പള്ളിക്കകത്തുനിന്ന് ഒരു ആരവം ഉണ്ടായാലും കുഴപ്പമില്ല, ഈ ആരവം ദൈവം ഇഷ്ടപ്പെടുന്ന ആരവമായിരിക്കും. ആ ആരവം എന്താണ്? 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗങ്ങളാക്കി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2 വാക്കുകളാണ്. ഒന്ന് അനുരൂപപ്പെടും, മറ്റേത് രൂപാന്തരപ്പെടും. അപ്പോൾ അനുരൂപപ്പെടുന്നത് വി ആർ കൺഫോമിങ് ourselves ടു ദ വേൾഡ്ലി സ്റ്റാൻഡേർഡ്സ്. ഈ ലോകത്തിൻ്റെ നിലവാരത്തിലേക്ക് സഭ, ഈ ലോകത്തിൻ്റെ നിലവാരത്തിലേക്ക് ആത്മീയ സമൂഹങ്ങൾ, ഈ ലോകത്തിൻ്റെ മൂല്യക്രമങ്ങളിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോകുന്ന അവസ്ഥയാണ് കൺഫർമേഷൻ. വി ആർ ടു ബി ട്രാൻസ്ഫോംഡ്. രൂപാന്തരപ്പെടുവാനുള്ള ആലോചനയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നത്. ഈ വള്ളത്തിൽ വെള്ളം കയറിയാൽ ഈ വള്ളം മുങ്ങിപ്പോകും. വള്ളത്തിൻ്റെ സുഷിരങ്ങളെ അടയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ പ്രവാഹത്തിൽ നമ്മൾ മുങ്ങിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയുന്നതാണ്. ഞാൻ വായിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ഇവിടെ ജനം ശമൂവേലിനോട് ഒന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്, ദൈവത്തോട് നീ പ്രാർത്ഥിക്കുന്നത് നിർത്തരുത് എന്ന് പറയുക. അങ്ങനെ നിർത്തരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ വായിക്കുന്നു, മിസ്പായിൽ
മിസ്പായിൽ ഒരു യാഗം നടക്കുകയാണ്. ശീലോവിലല്ല, മിസ്പായിലാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലെ മിസ്പാകളെ നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട് എന്നാണ്. മിസ്പ അതൊന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. നമ്മുടെ ഭക്തനായിരുന്ന ലാളിത്യത്തിൻ്റെ പ്രതീകമായിരുന്ന അലക്സാണ്ടർ മാർത്തോമ തിരുമേനി കാലം ചെയ്തിട്ട് 25 വർഷം തികയുന്ന ഒരു ദിവസമാണിന്ന്. വളരെ ശക്തമായി സംസാരിക്കുന്ന ഒരു പ്രതീകമാണ് അദ്ദേഹത്തിൻ്റെ കല്ലറ. ഇന്ന് ഞാനത് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ ഒരു മിസ്പയാണ്. ഇവിടെ പറയുന്ന മിസ്പ എന്താ? ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിലാണ് നമ്മൾ മിസ്പയെക്കുറിച്ചുള്ള ഒരു പരാമർശം. പല മിസ്പകളുണ്ട്. കുര്യൻ തോമസത്തിനൊക്കെ ഈ പഴയ നിയമത്തിൻ്റെ ഉസ്താദുകൾ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഏത് മിസ്പയെക്കുറിച്ചാണ് ഈ ഭോഷൻ പറയുന്നതെന്ന് അച്ഛൻ വിചാരിക്കുമായിരിക്കും. എന്നാൽ എനിക്ക് ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിലെ മിസ്പയെക്കുറിച്ചാണ് പറയാനുള്ളത്. ആ മിസ്പ തന്നെയാണ് ഈ മിസ്പ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ആ മിസ്പയുടെ പ്രത്യേകത? യാക്കോബ് പദ്ദൻ അരാമിൽ നിന്നും ഇങ്ങോട്ട് യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ ഓടി വരുമ്പോൾ ലാബാൻ പുറകെ ഓടി വന്നു യാക്കോബിനെ തോൽപ്പിക്കാൻ, യാക്കോബിൻ്റെ കയ്യിലുള്ള തൻ്റെ ഗ്രഹവിഗ്രഹങ്ങളെ വീണ്ടെടുക്കുവാൻ, യാക്കോബ് തന്നെ കളിപ്പിച്ചു കൊണ്ടുപോകുന്ന സമ്പത്ത് ഒന്ന് വീണ്ടെടുക്കുവാനുള്ള ആഗ്രഹത്തിൽ പുറകെ ഓടി വന്നതാണ് ലാബാൻ. എന്നാൽ നമ്മൾ വായിക്കുന്നു, അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് വന്നപ്പോൾ അവർ തമ്മിൽ സന്ധിച്ചു. ആ സന്ധിച്ച ഇടത്തിനാണ് പിന്നീട് മിസ്പ എന്ന പേര്. അത് സാക്ഷ്യ കൂടാരമാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി 31-ാം അധ്യായത്തിൽ. എന്നിട്ട് അവിടെ ലാബാൻ യാക്കോബിനോട് പറയുകയാണ്, ഇത്രയും ചതിച്ച, ഇത്രയും കളിപ്പീര് നടത്തിയ ഒരു മനുഷ്യൻ്റെ കൂടെ ദൈവം നിന്നല്ലോ എന്ന് നമുക്കൊരു പക്ഷേ തോന്നിയേക്കാം. അതിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. എന്നാൽ എനിക്ക് പറയാനുള്ളത്, അവിടെ ആ മിസ്പയിൽ ലാബാൻ പറയുകയാണ്. ഒന്നോർത്തേ, ലാബാനാണ് പറയുന്നത്. പദ്ദനരാമിലെ ലാബാനാണ് പറയുന്നത്. എന്താ പറഞ്ഞതെന്നറിയാമോ? നിന്നെ തോൽപ്പിക്കണമെന്നും നിന്നിൽ നിന്ന് എൻ്റേതെല്ലാം തിരിച്ചെടുക്കണമെന്നും ഉള്ള ആഗ്രഹത്തോടു കൂടിയാണ് നിൻ്റെ പിന്നാലെ ഞാൻ വന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവം, ആമേൻ, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്നോട് സംസാരിച്ചു. യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാൻ നീ ശ്രമിക്കരുത്, യാക്കോബിനോട് ദോഷം ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട്, എന്നോട് ഇന്നലെ രാത്രി ആ ദൈവം സംസാരിച്ചതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു സമാധാനത്തിൻ്റെ ഉടമ്പടി ഉണ്ടാക്കുകയാണ്. അതാണ് മിസ്പ. പ്രിയപ്പെട്ടവരെ, യോർദാന്റെ തീരം പോലെ മിസ്പയും ദൈവാനുഗ്രഹത്തിൻ്റെ, പിതാക്കന്മാരുടെ ചരിത്രത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഇടമായിരുന്നു മിസ്പ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ മിസ്പയിലാണ് ഇപ്പോൾ എല്ലാവരെയും കൂടെ അദ്ദേഹം വിളിച്ചു കൂട്ടിയത്. എൻ്റെ കൂടെ ഈ ഒരു ധ്യാനമൊന്ന് ഉള്ളിൽ സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, ആത്മീയ അനുഭവങ്ങളുടെ സുവർണതീരങ്ങൾ, ആമേൻ, ആത്മീയ അനുഭവങ്ങളുടെ സുവർണതീരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് കടവിൽ മാളികയാവാം, അല്ല എന്നുണ്ടെങ്കിൽ അത് മാരാമൺ കൺവെൻഷനാകാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചു കൊച്ചു ദേവാലയങ്ങൾ, നമ്മുടെ പിതാക്കന്മാർ കണ്ണുനീരും കൈയുമായിട്ട് ഇറങ്ങിപ്പോയ ഇടങ്ങൾ, അതൊക്കെ ആവാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ആ തീരങ്ങളുടെ ഊർജമൊന്ന് സ്വീകരിക്കുവാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാർത്തോമാക്കാർ നമ്മളെക്കുറിച്ച് തന്നെ വളരെ അഭിമാനമുള്ളവരാണ്. എന്തിനെക്കുറിച്ചാണ് നമ്മൾ അഭിമാനിക്കുന്നത്? ഞങ്ങൾ തുറന്ന വേദപുസ്തകത്തിൻ്റെ സഭയാണെന്ന്. തുറന്ന വേദപുസ്തകം ഞാൻ പതിവായി കാണുന്നത് വല്ല നവതി ആഘോഷിക്കുമ്പോഴും പിന്നെ ഈ സെൻറ്റിനറി ആഘോഷിക്കുമ്പോഴൊക്കെ മുമ്പിൽ ഒരാളിങ്ങനെ വേദപുസ്തകം തുറന്നു പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അതാണ് തുറന്ന വേദപുസ്തകമാണ് നമ്മുടെ സഭയുടെ അടയാളമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ തുറന്ന വേദപുസ്തകമൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ഇത് പിടിച്ചുകൊണ്ട് പോയ ആളിനെ കൊണ്ടൊരു പാഠം വായിപ്പിച്ചാൽ ചിലപ്പം അതിനകത്ത് പഴയ നിയമത്തിലേത് വല്ലതും ആണെങ്കിൽ പറയാനുമില്ല. ഒത്തിരി കല്ലുകടി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. തുറന്ന വേദപുസ്തകമാണ് എന്ന് നമ്മൾ പറയുകയും ആത്മീയ അനുഭവങ്ങളുടെ തീരങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുന്നവരാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്യുമ്പോൾ
ആത്മീയ അനുഭവങ്ങളുടെ തീരങ്ങളുടെ നന്മ ഒന്ന് പുനരാവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. മിസ്പയിൽ ഒരു യാഗപീഠം ഉണ്ടാക്കുകയാണ്. മിസ്പയിൽ ഒരുമിച്ച് കൂടി വചനത്തിൻ്റെ അനുസരണം നടത്തി. ഇവിടെ ശുദ്ധീകരണമുണ്ടായി, ഹൃദയത്തിൻ്റെയും ചെവിയുടെയും പരിച്ഛേദനയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ദ വൊക്കാബുലറി ഓഫ് ദ പീപ്പിൾ ചേഞ്ച്ഡ്. വൊക്കാബുലറി ഓഫ് ദ കമ്മ്യൂണിറ്റി ചേഞ്ച്ഡ്. ഈ സമൂഹത്തിൻ്റെ പദാവലികൾക്ക് മാറ്റം. നേരത്തെ ഇക്കോബോധുകൾ സൃഷ്ടിക്കപ്പെടുന്ന സമൂഹത്തിൻ്റെ പദാവലികളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അത് ബലാത്കാരമാണ്, പിടിച്ചുപറിയാണ്, ഗ്ലട്ടണിയാണ്, അത് അഹങ്കാരമായിരുന്നു. എങ്കിൽ ഇപ്പോൾ മിസ്പയിൽ നമ്മൾ കാണുന്നത് ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം, പാപമേറ്റുപറച്ചിൽ, അനുതാപം. അപ്പോൾ വൊക്കാബുലറി ചേഞ്ച് ചെയ്യുകയാണ്. ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വൊക്കാബുലറി അനുതാപമാണ്. അനുതാപത്തിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും പർവ്വങ്ങളുണ്ടാകുമ്പോൾ, ഹല്ലേലൂയ, അനുതാപത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും പർവ്വങ്ങളുണ്ടാകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിക്കും. ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിക്കുകയാണ്. അവിടെയാണ് പ്രതീകം ശക്തമായത്. അവിടെയാണ് പ്രതീകം ശക്തമായി സംവേദനം നടത്തിയത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇപ്പോൾ പെട്ടകത്തെ കൊണ്ടുവന്നില്ല. പെട്ടകം അങ്ങ് കിര്യത്തെയാരാമിലിരിക്കുന്നതേ ഉള്ളൂ. കിര്യത്തെയാരാമിലിരിക്കുന്ന പെട്ടകം അവിടെ അബീനാദാബിൻ്റെ ഭവനത്തിൽ ഒരുപാട് അനുഗ്രഹം ഉണ്ടാക്കി എന്നൊക്കെ അവർ കേട്ടിട്ടുണ്ട്. അവിടെ വിശുദ്ധിയോടുകൂടെ പെട്ടകത്തെ കൈകാര്യം ചെയ്തപ്പോൾ അവിടെ അനുഗ്രഹം ഉണ്ടായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. പെട്ടകമൊന്നും കൊണ്ടുവന്നില്ല. എന്നാൽ പെട്ടകം ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നിറവേറപ്പെട്ടു. ഒരു പെട്ടകം സൂചിപ്പിച്ച ശുദ്ധീകരണം, ഒരു പെട്ടകം സൂചിപ്പിക്കുന്ന അനുതാപം, ഒരു പെട്ടകം സൂചിപ്പിക്കുന്ന സ്തുതിസ്തോത്രം, ഒരു പെട്ടകം സൂചിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, ഏറ്റവും നിഷ്കളങ്കമായ യാഗാർപ്പണം അവിടെ നടക്കുകയാണ്. അതാണ് 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ എടുത്ത് യാഗം കഴിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കണം. ഈ 1 വയസ്സ് എന്തിനാണ്? ആട്ടിൻകുട്ടി ചെറുത്. അതെന്താണ്? എനിക്കൊന്നേ പറയാനുള്ളൂ, നിഷ്കളങ്കമായ യാഗാർപ്പണമാണ്. ആ നിഷ്കളങ്കമായ യാഗാർപ്പണം അവിടെ നടന്നപ്പോൾ ദ സ്പിരിച്വൽ വൊക്കാബുലറി ഓഫ് ദ പീപ്പിൾ ചേഞ്ച്ഡ്. ആളുകളുടെ ആത്മീയ പദസഞ്ചയങ്ങൾ മാറി. നമ്മളിന്ന് ഉപയോഗിക്കുന്ന പദങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിന്ന് ഉപയോഗിക്കുന്ന പദസഞ്ചയം നമ്മുടെ വൊക്കാബുലറിയിൽ എന്തൊക്കെയാണുള്ളത്? നമ്മുടെ വീട്ടിലെ വൊക്കാബുലറി എന്തൊക്കെയാണ്? നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലെ വൊക്കാബുലറി എന്തൊക്കെയാണ്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള വൊക്കാബുലറി എന്താണ്? അനൗപചാരികതയിൽ നമ്മൾ സംവേദനം ചെയ്യുന്ന സംവേദന വിഷയങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ചോദിക്കാൻ ഇതാണ്. എന്നോട് തന്നെ ഈ വചനം ധ്യാനിക്കുമ്പോൾ എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് ഓഫ് മൈ വൊക്കാബുലറി? എൻ്റെ വൊക്കാബുലറിയുടെ, എൻ്റെ പദസഞ്ചയങ്ങളുടെ ഉൾച്ചേരുവകൾ എന്തൊക്കെയാണ്? സ്ഥാനമാനങ്ങൾ, വെട്ടിപ്പിടുത്തം, പണമുണ്ടാക്കൽ, പണം എങ്ങനെയും ഉണ്ടാക്കിയാൽ പണം ആ നാണക്കേട് തീർത്തുകൊള്ളും എന്നുള്ള ആപ്തവാക്യങ്ങൾ, ആ വാക്യമൊക്കെ സ്വീകരിക്കുന്ന സമൂഹം, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം, അതിൻ്റെ പ്രശ്നങ്ങൾ, അനുസരണക്കേടിൻ്റെ ചര്യകൾ, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു വൊക്കാബുലറി. അറിയാതെ വരുന്നതാണ് ഈ വൊക്കാബുലറി. ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ പഴയ വൊക്കാബുലറിയൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. അടിപൊളി എന്നുള്ളത് ഞാനും പറയും. പിള്ളേരൊക്കെ ഇപ്പോൾ എന്തെങ്കിലും നല്ല പ്രോഗ്രാമൊക്കെ നടത്തി എങ്ങനെ ഉണ്ടായിരുന്ന അച്ഛാന്ന് ചോദിച്ചാൽ അടിപൊളി എന്ന് ഞാൻ പറയും. അടിപൊളി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വൊക്കാബുലറിയാണ്. അതുകൊണ്ട് ഞാൻ അത് പറയാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വൊക്കാബുലറി ചേഞ്ച് ചെയ്യുമ്പോൾ വീടിനകത്ത് ഇക്കോബോധുകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. അശുദ്ധിയുടെ പദാവലികൾ ഉയർത്തുമ്പോൾ അറിയാതെ നമ്മുടെ വീടുകൾക്കകത്ത് ഇക്കോബോധുകൾ സൃഷ്ടിക്കപ്പെടുന്നു. നമ്മളതെപ്പോഴും ഓർക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറകൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്? പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ദൈവാലയ വിശുദ്ധിയുടെയും ഒക്കെ ഒരുപാട് അനുഭവങ്ങളെ ഉൾക്കൊണ്ട മാതാപിതാക്കളുടെ മക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. മാർത്തോമാ സഭയെക്കുറിച്ച് അഭിമാനത്തോടു കൂടെ നമ്മൾ പറയുന്ന കാര്യമാണ്. അത് പിടിയരിയുടെയും കെട്ടുതെങ്ങിൻ്റെയും ആയിരുന്നു.
വേറെ അച്ഛൻ ഏതാണ്ടൊക്കെ ത്യാഗപൂർവമായ നൽകലിൻ്റെ വിശുദ്ധിയും നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പോൾ പച്ചരിയും റേഷനരിയും പിന്നെ പുഴുക്കലരിയും എല്ലാം കൂടെ ചേർന്ന് നുള്ളരിയുടെ മിശ്രിതം ലേലം ചെയ്ത് കഴിച്ചാൽ പുണ്യം ഉണ്ടാകും എന്ന് ഏറ്റ് സെക്രട്ടറി പറഞ്ഞു എന്നാലും വിചാരിക്കരുത്. എന്നാൽ ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായ ഒരു ധാരയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വീടുകളിലുണ്ടായിരുന്നത് ആ വൊക്കാബുലറിയാണ്. പണ്ട് സൺഡേ സ്കൂളിന് പോയപ്പോൾ കൊച്ചുനാളെന്ന് വീട്ടിലെ എല്ലാവരും കൂടെ സൺഡേ സ്കൂളിന് പോവുക. മൂത്ത പെങ്ങൾ മുതൽ താഴോട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചൊരു നിര പോലെയാണ്. ഒരു വീട്ടിൽ നിന്ന് ആൾ പോയാൽ തന്നെ ഒരു സൺഡേ സ്കൂളിൻ്റെ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ചില പള്ളികളിലൊക്കെ സൺഡേ സ്കൂളൊക്കെ കാണുമ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ 8 പേരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സൺഡേ സ്കൂളിനുള്ള ആൾ അവിടെ തന്നെയുണ്ട്. ഒന്നിച്ചാണ് പോവുക. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ നുള്ളരി എടുക്കാൻ ഒരു ദിവസം മറന്നുപോയി. നുള്ളരി എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എൻ്റെ പെങ്ങൾ പറഞ്ഞു, തിരിച്ചു പോയി എടുത്തുകൊണ്ട് വാടാ. വീട്ടിൽ പോയി നീ തിരിച്ചു പോയി എടുത്തുകൊണ്ട് വരണം. തിരിച്ചു പോയി ഞാൻ നുള്ളരി എടുത്തുകൊണ്ട് വന്നത് ഓർക്കുന്നുണ്ട്. ഇന്ന് ഈ പ്രബുദ്ധരായ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സ്പിരിച്വൽ വൊക്കാബുലറിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് അത് നുള്ളരിയുടെ വൊക്കാബുലറി ആയിരുന്നു എന്നാണ്. അത് വിശുദ്ധിയുടെ വൊക്കാബുലറി ആയിരുന്നു എന്നാണ്. ത്യാഗത്തിൻ്റെ നൽകലിൻ്റെ വൊക്കാബുലറി ആയിരുന്നു എന്നാണ്. ആ വൊക്കാബുലറിയുടെ സ്ഥാനത്ത് പിടിച്ചെടുക്കലിൻ്റെയും കോൺക്വസ്റ്റിൻ്റെയും ഒക്കെ ഒരു വൊക്കാബുലറിയായി മാറിപ്പോകുമ്പോൾ ഇക്കോബോധകളല്ലാതെ പിന്നെ എന്താണ് സൃഷ്ടിക്കപ്പെടുക? വായിക്കുന്നുണ്ട്, എനിക്കത് വളരെ പ്രസക്തമായി തോന്നി. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം അവരിലേക്ക് വരികയും അവർ ദൈവാരാധന നടത്തുകയും ചെയ്തപ്പോൾ ശമൂവേൽ മിസ്പയിൽ വെച്ച് അവർക്ക് ന്യായപാലനം ചെയ്തു നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു വാക്യമാണ്, ന്യായപാലനം ചെയ്തു. പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് ശമൂവേൽ മിസ്പയിലും ബഥേലിലും ഗിൽഗാലിലും ചുറ്റി സഞ്ചരിച്ച് ന്യായപാലനം ചെയ്തു എന്നാണ് വാക്യം. ഒന്ന് ധ്യാനിച്ചു. ശമൂവേൽ മിസ്പയിലും ഗിൽഗാലിലും ബഥേലിലും ചുറ്റി സഞ്ചരിച്ച് ന്യായപാലനം ചെയ്തു. മിസ്പയായാലും ഗിൽഗാലായാലും ബഥേലായാലും പ്രിയപ്പെട്ടവരെ ആത്മീയ അനുഭവങ്ങളുടെ തീരങ്ങളാണല്ലേ. ദൈവത്തിന് സ്തോത്രം. സൺഡേ സ്കൂൾ പഠിച്ചവർ പണ്ട് പഠിച്ചതൊന്ന് ഓർത്തോ, പണ്ട് പഠിച്ചത് ഒന്ന് ധ്യാനിച്ചോ. എന്താണ് ഗിൽഗാൽ? ഗിൽഗാൽ എന്താണ്? നിന്ന് ഉരുണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗിൽഗാലിന് ആ സ്ഥലം ഇട്ടതല്ലേ, അങ്ങനെ പേര് കൊടുത്തത്. അതെ, ദൈവത്തിൻ്റെ അത്ഭുതം നടന്നപ്പോൾ ഗിൽഗാൽ എന്ന് പേരിടുകയാണ് ഒരു സ്ഥലത്തിന്, യോർദാൻ്റെ തീരം അല്ലേ ഗിൽഗാൽ. പിന്നെ ബഥേൽ എന്താ? യാക്കോബിന് ദൈവം പ്രത്യക്ഷനായ ദൈവം യാക്കോബിനോട് സംസാരിച്ച ഇടമാണ് ബഥേൽ. മിസ്പ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ആത്മീയ തീരങ്ങളുടെ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ശമൂവേൽ ന്യായപാലനം ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുക. ചുറ്റി സഞ്ചരിച്ച് ന്യായപാലനം ചെയ്തു. ഇവിടെ മിസ്പയിൽ ന്യായപാലനം ചെയ്തു. ന്യായപാലനത്തിൻ്റെ കോഡ് ഏതാണ്? ന്യായപാലനത്തിൻ്റെ പീനൽ കോഡ് ഏതാണ്? ഇതാണ്. IPC ആണോ? ഇന്ത്യൻ പീനൽ കോഡാണോ? അല്ലെങ്കിൽ ഇന്ത്യൻ ന്യായ സംഹിതയാണോ? അങ്ങനെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാക്ക്, ന്യായ സംഹിത. അതാണോ അതോ വേറെ ഏതെങ്കിലും പീനൽ കോഡാണോ? എനിക്ക് പറയാനുള്ളത് ന്യായ സംഹിത അത് ദൈവത്തിൻ്റെ കൽപ്പനകളും അനുശാസനങ്ങളും മാത്രമായിരുന്നു. അപ്പോൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിത പ്രതിസന്ധികളെയും ജീവിത പ്രശ്നങ്ങളെയും പരിഹരിച്ചു കൊടുക്കുന്ന ഒരു ന്യായാധിപനായി ശമൂവേൽ അവിടെ ഉയരുകയാണ്. അവിടെയാണ് ഇക്കോബോദിന് പകരം പ്രിയപ്പെട്ടവരെ പഞ്ഞുകൊണ്ടുള്ള അങ്കി ധരിച്ച ദൈവാലയത്തിലെ വിളക്ക് കെടും മുമ്പ് അതിൻ്റെ പ്രഭാവമുണ്ടത്തക്കവണ്ണം പോയി കിടന്നുറങ്ങിയ ശമൂവേൽ ശ്രദ്ധേയനായി മാറുന്നത് അവിടെയാണ്. ഇക്കോബോധല്ല, ഇക്കോബോധുകൾ ദൈവത്തിൻ്റെ വിശുദ്ധ പ്രവാചകൻ എഴുന്നേൽക്കുകയാണ്. ആ വിശുദ്ധ പ്രവാചകൻ എഴുന്നേറ്റതിൻ്റെ പുറകിൽ ഒരു മാതാപിതാക്കളുടെ ത്യാഗമുണ്ട്. ആ വിശുദ്ധ പ്രവാചകൻ എഴുന്നേറ്റതിന് മുമ്പിൽ ദൈവാലയത്തിൻ്റെ വിശുദ്ധി ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ്റെ ചിത്രമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ന്യായപാലനം ചെയ്തു. ഇന്ന് ഈ കൺവെൻഷനിൽ, ഈ ധ്യാനയോഗത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു, നമ്മുടെ വൊക്കാബുലറിയും നമ്മുടെ വ്യവഹാരങ്ങളും ദൈവനീതി ന്യായ വ്യവസ്ഥയുടെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാകട്ടെ എന്ന്.
അപ്പോൾ ഇക്കോബോധുകൾക്ക് പകരം ഒരു പ്രകാശഗോപുരമുണ്ടാകും. ഇക്കോബോധുകൾക്ക് പകരം ഒരു പ്രകാശഗോപുരമുണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവൻ ന്യായപാലനം ചെയ്തു എന്ന് നമ്മൾ വായിച്ചു. പ്രിയപ്പെട്ടവരെ, ദ സ്പിരിച്വൽ വൊക്കാബുലറി ചേഞ്ച്ഡ് ആൻഡ് ദ വർഷിപ്പ് വാസ് പെർഫെക്റ്റ്. ആരാധന പൂർണ്ണമായി. സമയം കഴിയുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. നമ്മൾ ഒന്നുകൂടെ നോക്കിക്കോ. അങ്ങനെ ശമൂവേൽ യാഗം കഴിച്ചുകൊണ്ടിരിക്കെ ഫെലിസ്ത്യർ ഇത് കേട്ടു. ജനം മിസ്പായിൽ ഒരുമിച്ച് കൂടി എന്ന് കേട്ടിട്ട് അവർ ഇപ്പോൾ ഇസ്രായേലിനെതിരെ അന്ന് പടയൊരുക്കിയതുപോലെ ഇപ്പോഴും പടയൊരുക്കുകയാണ്. അവർ ഇസ്രായേലിന് നേരെ വരികയാണ്. ഇപ്പോൾ ഒരുമിച്ച് നമുക്കിവരെ തകർത്ത് കളയണം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരുമിച്ച് കൂടി ദൈവജനത്തിനെതിരെ വരുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, എന്നെ പ്രചോദിപ്പിക്കുന്ന ഒരു വചനം അവിടെയുണ്ട്. ജനം പരിഭ്രമിച്ചു പോയി, പേടിച്ചു. വീണ്ടും ഫെലിസ്ത്യർ തങ്ങളെ തോൽപ്പിച്ചു കളയുമോ എന്നുള്ള ഭയം അവരെ ഗ്രസിച്ചു. എന്നാൽ ശമൂവേൽ യാഗം തുടർന്നുകൊണ്ടേയിരുന്നു. ആ യാഗാർപ്പണത്തിൻ്റെ മധ്യേ ദൈവം ആകാശത്തിൽ ഇടിമുഴക്കി. ആ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം കേട്ട് ഫെലിസ്ത്യർ ഭയപ്പെട്ടോടി. ഇടിമുഴക്കത്തിൻ്റെ മുഴക്കം കേട്ട് അവർ ഭയപ്പെട്ടു പോയി എന്ന് നമ്മൾ വായിക്കുന്നു. ഒരു ധ്യാനമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ പറയട്ടെ, ദൈവം, നമ്മുടെ ദൈവം മേഘത്തെ തൻ്റെ തേരാക്കുന്നവനും അഗ്നിജ്വാലയെ തൻ്റെ സിംഹാസനമാക്കുന്നവനും, നമ്മുടെ ദൈവം മിന്നലുകളെ അയച്ച് ഭ്രമിപ്പിക്കുന്നവനുമായ ദൈവമാണ്. പ്രകൃതി ശക്തികളെ ദൈവം ഉപയോഗിക്കുകയാണ്. പ്രകൃതി ശക്തികളെ ഉപയോഗിക്കത്തക്കവണ്ണം ഇപ്പോൾ ദൈവജനം വിശുദ്ധരായി തീർന്നു എന്നാണ് നമ്മൾ വായിക്കുക. നമ്മളിന്ന് ഈ ഇക്കോളജിക്കൽ ക്രൈസിസിനെ കുറിച്ചൊക്കെ ഒരുപാട് ധ്യാനിക്കുന്ന കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഇക്കോളജി ആകപ്പാടെ അതിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു എന്നും പ്രകൃതി നമുക്കെതിരായിട്ടുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രകൃതി ശക്തികൾ നമുക്കെതിരാണ്. ഇതാ, പട്ടണങ്ങളൊക്കെ വന്യമൃഗങ്ങൾ കടന്നു കയറുന്ന ഇടമായി മാറി. കൃഷി വ്യവസ്ഥയൊക്കെ നഷ്ടപ്പെട്ടു. കാർഷിക വ്യവസ്ഥ ഇല്ല, അതൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിൽ വന്യമൃഗങ്ങൾ വരുന്നു. നമ്മൾ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തെ വായിക്കുന്നത് പുള്ളിപ്പുലി പശുവിനോട് കൂടെ കിടക്കുന്നതിനെ കുറിച്ചൊക്കെയാണ്. അതാണ് യുഗാന്ത്യ പ്രത്യാശ. അങ്ങനെയുള്ള ഒരു കൊച്ചുകുട്ടി അവയെ നടത്തുന്നതിനെക്കുറിച്ച് പറയുന്ന ആ ഒരു പ്രതീക്ഷയ്ക്കൊക്കെ വിപരീതമായി ഇപ്പോൾ പ്രകൃതി മനുഷ്യർക്ക് വിരുദ്ധമായി മാറുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനം ധ്യാനിച്ചപ്പോൾ കർത്താവ് എന്നെ പഠിപ്പിച്ചത് ഒരു ആത്മീയ സത്യമാണ്. വെൻ വി റിഫോം ourselves, നമ്മളെ തന്നെ ദൈവവചനത്തിൻ്റെ പ്രഭാവത്തിൽ നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പ്രകൃതിയുടെ ശക്തികളെ പോലും മനുഷ്യജീവനത്തിന് അനുകൂലമാക്കി തീർക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് ഈ വചനം എനിക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ഇന്ന് ഈ പ്രകൃതി ജീവനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന് പറയുകയും ടെറസിൽ കൃഷി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് സമ്മാനമൊക്കെ കിട്ടുന്നത് വലിയ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ സമ്മാനം കൊടുക്കുകയും സമ്മാനം വാങ്ങുകയൊക്കെ ചെയ്യുന്നത് വളരെ കാര്യമായി നമ്മൾ കാണുകയും ചെയ്യും. എന്നാൽ പ്രിയപ്പെട്ടവരെ, മൊത്തത്തിൽ ഒരു വ്യത്യാസം. ഞാൻ പാർത്തിരുന്ന ഓതറ എബനേസർ പള്ളിയുടെ മുമ്പിലോട്ടൊരു പുഞ്ചയുണ്ട്. പുഞ്ച എന്ന് പറഞ്ഞാൽ അരുത്തി എന്നുള്ള അർത്ഥമല്ല. പുഞ്ച എന്ന് പറയുന്നത് കൃഷിവയലുകളെ കുറിച്ചാണ്. അവിടെ ഒരു പുഞ്ചയുണ്ട്. ആ പുഞ്ച ഇപ്പോൾ കണ്ണട്ടകളുടെയും പിന്നെ വൈകുന്നേരം കതകും ജനലും തുറന്നിട്ടാൽ പാസനേജിനകത്തേക്ക് കയറി വരുന്ന പൂച്ചയുടെയും പിന്നെ വേറെ ചാഴിയുടെയും ഒക്കെ ഒരു അപകാരമാണ് ഉണ്ടാവുക. ഇതൊക്കെ പോയി. അവിടെ ഇപ്പോൾ പഴയ കൃഷിയില്ല. കൃഷി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെയും, ഓക്സിജൻ ധാരാളമായി ലഭിച്ചേനെയും, അവിടെ പാർക്കുന്ന അച്ഛന്മാരുടെ ആരോഗ്യം വർദ്ധിച്ചേനെ, യാതൊരു സംശയമില്ല. ഇപ്പോൾ വൈകുന്നേരം ജനൽ തുറന്നിടാൻ വയ്യാത്ത അവസ്ഥയാണ്. അതിൻ്റെ കാരണം ഇതായി പ്രകൃതി നശിച്ചു, പ്രകൃതി നഷ്ടപ്പെട്ടു. ആരാണ് ഈ പ്രകൃതിയെ നശിപ്പിച്ചത്? ഈ പ്രകൃതിയെ നശിപ്പിച്ചത് ദൈവജനമാണ്, ദൈവത്തിൻ്റെ മനുഷ്യരാണ്. അവർ പ്രകൃതിക്ക് വിരുദ്ധമായപ്പോൾ പ്രകൃതി അവർക്ക് വിരുദ്ധമായി. അതാണല്ലോ നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ ഇതാ പ്രകൃതി അനുകൂലമാവുകയാണ്. യാഗം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ
ആരാധന പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ, ഭാഷ യഥാസ്ഥാനപ്പെടുമ്പോൾ, ആറ്റിറ്റ്യൂഡ് ശരിയാകുമ്പോൾ, മനോഭാവം ഭംഗിയാകുമ്പോൾ, ഇവിടെ ഇതാ ഈ പ്രകൃതി മനുഷ്യന് അനുകൂലമായി മാറി. അവിടെ അനുകൂലമായി. അതുകൊണ്ടാണ് ശബ്ദം, ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവർ ഭയപ്പെട്ടു. ദൈവജനത്തിന് അനുകൂലമായി തീർന്ന ഒരു ഇടിമുഴക്കത്തിൻ്റെ ധാര അവിടെ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൈവജനം വിടുവിക്കപ്പെട്ടു. ദൈവജനത്തിന് വിജയമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പരാജയതീരം ഇപ്പോൾ വിജയതീരമായി. എനിക്കിന്ന് ഈ രാത്രി, ഈ ഭദ്രാസന കൺവെൻഷൻ്റെ സമാപന രാത്രി, എനിക്കതാണ് പറയാനുള്ളത്. ഈ പരാജയ തീരങ്ങൾ വിജയതീരമായി തീരുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ, അതിനൊരു ട്രാൻസിഷൻ ദൈവം നമുക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. അപ്രകാരം സംഭവിച്ചു എന്ന് നമ്മൾ വായിച്ചില്ലേ? നമ്മുടെ ജീവിതം പരാജയത്തിൻ്റെ തീരങ്ങളിൽ നിന്ന് ഒരു വിജയത്തിൻ്റെ തീരത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, ഇവിടെ ഒരു കാര്യം കൂടെ വായിച്ചു. ശമൂവേൽ ഒരു കല്ലെടുത്ത് നാട്ടി, ഒരു സ്മാരകശിലയാണ്. ആ സ്മാരകശില നാട്ടിയത് മിസ്പായ്ക്കും ഷേനിനും മധ്യയാണ്. ഞാൻ ഈ വേദപുസ്തകത്തിൽ പണ്ഡിതന്മാരായ അച്ഛന്മാരെന്നോട് പറയണം, ഷേൻ എന്ന് പറഞ്ഞതിനെക്കുറിച്ച് എവിടെയെങ്കിലും വേറെ പരാമർശമുണ്ടോ? ഇല്ല. ഷേൻ എന്ന് പറയുന്നത് ഞാൻ പരതിയിട്ട് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഷേൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു അൺനോൺ ഡെസ്റ്റിനേഷൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരു അൺനോൺ ഡെസ്റ്റിനേഷനാണ്, അറിയപ്പെടാത്ത ഒരു ലക്ഷ്യസ്ഥാനമാണ്. അപ്പം മിസ്പായിൽ നിന്ന് ഷേനിലേക്കുള്ള യാത്ര, മിസ്പായിൽക്കും ഷേനിനും മധ്യേ ഒരു കല്ല് നാട്ടി എന്ന് വായിക്കുകയാണ്. അതിനാണ് എബനേസർ എന്ന് പേരിട്ടത്. ഈ കല്ല് എന്ത് സൂചിപ്പിക്കുന്നു എന്നാ? പൊതുവെ നമ്മളൊക്കെ കല്ല് നാട്ടുന്നതും പ്ലാക്ക് വെക്കുന്നതും ഒക്കെ നമ്മുടെ വിജയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. The parsonage is constructed during the vicarship of so and so. It was the foundation stone was laid by so and so. The consecration was done by so and so. എന്നൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ വിജയത്തിൻ്റെ സ്മാരകങ്ങളായി ഈ കല്ലുകളൊക്കെ വെക്കുന്ന ഒരു പതിവാണുള്ളത്. എന്നാൽ ഞാൻ പറയുന്നു, എബനേസർ എന്നുള്ള ഈ കല്ലുണ്ടല്ലോ, ഈ കല്ല് ഡിഫറൻ്റാണ്. ചരിത്രത്തിൽ വളർന്ന, ചരിത്രബോധമുള്ള ദൈവജനം, ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനം, ചരിത്രത്തിൻ്റെ ഒരു സംവേദനമുള്ള ദൈവജനത്തിന് മിസ്പായ്ക്കും ഷേനിനും മധ്യേ ഈ കല്ല് നാട്ടിയപ്പോൾ അവരറിയുന്നത് എന്താ? അൺനോൺ ഡെസ്റ്റിനേഷൻസിലേക്കുള്ള യാത്രയാണ്. വി ആർ ട്രാവലിംഗ്, വി ആർ സൊജോണിങ് ടു ദി അൺനോൺ ഡെസ്റ്റിനേഷൻസ്. വി ഡു നോട്ട് നോ വാട്ട് എൽസ് ആർ എഹെഡ് ഓഫ് അസ്. നമ്മുടെ മുമ്പിലുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. 2025 ആരംഭത്തിൽ ഒരു നല്ല കൺവെൻഷൻ നടത്തി, ഒരു നല്ല ധ്യാനം നടത്തി. നല്ലതായിരുന്നു, നല്ലതായിട്ട് കൊയർ പാടി, എല്ലാവരും വന്നു, സന്തോഷമായിരുന്നു. അനുഗ്രഹം അറിയാമോ? എബനേസറിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ആ എബനേസർ പറയുന്നത്, നീ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ആചരിക്കുമ്പോൾ, നീ ദൈവിക പ്രമാണങ്ങളിൽ നിൽക്കുമ്പോൾ നിനക്ക് വിജയമുണ്ട്. അല്ലെങ്കിൽ ഇതൊരു പരാജയ തീരമാകും. ഒരേ സമയത്ത് വിജയത്തെയും പരാജയത്തെയും സൂചിപ്പിക്കുന്ന സ്മാരകശിലയാണ് എബനേസർ. അല്ലാതെ അത് നമ്മുടെ നേട്ടത്തിൻ്റെ മാത്രം ചിഹ്നമല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ടു ദി അൺനോൺ ഡെസ്റ്റിനേഷൻസ്. തിരുവല്ലായിലെ സി കുന്നിലിരുന്നു കൊണ്ട് ഈ ഷേൻ ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാവുംഭാഗമായിരിക്കും, അല്ലെങ്കിൽ വള്ളംകുളമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനടുത്തുള്ള വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷനായിരിക്കും. ആ ലൊക്കേഷനിലേക്കുള്ള യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിലൊക്കെ അപ്പുറത്താണ് നമ്മുടെ യാത്ര. വി ആർ സൊജോണിങ് ടു ദി അൺനോൺ ഡെസ്റ്റിനേഷൻസ് ആൻഡ് വി ആർ അൺസർട്ടൻ അബൌട്ട് ദ ഫ്യൂച്ചർ. നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, എബനേസറുണ്ട്. ഹല്ലേലൂയ! എബനേസറുണ്ട്. എബനേസർ നമ്മെ പഠിപ്പിച്ചത് ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്നാണ്. ആരെയാണ് സഹായിച്ചത്? ദൈവവചനം പാലിച്ചവരെ. ആരെയാണ് സഹായിച്ചത്? ദൈവിക വിചാരണയിൽ തങ്ങളുടെ നീതിന്യായങ്ങളെ ക്രമീകരിച്ചവരെ. ആരെയാണ് സഹായിച്ചത്? യാഗം പുനഃസ്ഥാപിച്ചവരെ. ആരെയാണ് സഹായിച്ചത്? ആരവങ്ങൾക്കപ്പുറത്തുള്ള ആരാധനയെ മനസ്സിലാക്കിയവരെ. അവരെ ദൈവം സഹായിച്ചു. നമുക്ക് നമ്മെ സഹായിക്കുന്ന ദൈവകൃപയുടെ ആവിഷ്കാരമുണ്ടാകുവാൻ എബനേസർ എന്ന ഈ ഒരു സ്മാരകശിലയെ
നമുക്ക് ധ്യാനിക്കാം. അതോർക്കുമ്പോൾ വിജയം, അതനുഭവിക്കുമ്പോൾ വിജയം, അത് മറക്കുമ്പോൾ പരാജയം. നമ്മുടെ ജീവിതയാത്രയിൽ വിജയത്തിൻ്റെ തീരമണിയുന്ന ആത്മീയ അനുഭവങ്ങളുണ്ടാവാൻ, നമ്മുടെ പ്രതീകങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാവിലെ കർത്താവ് എന്നെ പഠിപ്പിച്ച വചനം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13-ാം വാക്യമാണ്. അത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വീണ്ടും ജനനത്തിന് കാരണമായെങ്കിൽ, നിങ്ങളുടെ യഥാസ്ഥാനപ്പെടലിന് കാരണമായെങ്കിൽ, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. വചനം ജഡം ധരിച്ച് നമ്മുടെ മധ്യത്തിൽ പാർത്ത ക്രിസ്തു, ആ വചനം ജഡം ധരിച്ചവനായി ക്രിസ്തു നമ്മുടെ മധ്യത്തിൽ പാർത്തുവെങ്കിൽ, നമ്മിൽ ജഡം ധരിക്കുന്ന വചനങ്ങളുടെ അനുഭവം, ആ വചനത്തിൻ്റെ പ്രായോഗികത, ആ പ്രായോഗികതയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ.